ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ആൾ. വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് 500-ൽ പരം വിവിധ ഇനം കരകൗശല വസ്തുക്കൾ തയ്യാറാക്കി വിവിധ റെക്കോർഡുകൾ, യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ വിവിധ റെക്കോർഡുകൾ നേടുകയും ഇപ്പോൾ ഗിന്നസ് അറ്റംപ്റ്റ് കഴിയുകയും സംസ്ഥാന കരകൗശല അവാർഡിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പൊസിഷൻ നേടിയ ഞാൻ ഓർത്തു ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഏതാനും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ആർട്ട് വർക്ക് നിങ്ങളെ കാണിക്കാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ ഫിഷ് വേസ്റ്റ് അതായത് നമ്മുടെ ഫിഷ് ടെയിൽ പെയിൻ്റ് അടിച്ച് ഉള്ള ഒരു സംഭവമാണ്. ഇതിനെ ഒരു ആർട്ട് വർക്ക് എന്ന് പറയാം. ഇത് നമ്മുടെ പാൽ കവർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ടെയിൽ, ആരെങ്കിലും ഫിഷ് ടെയിൽ കണ്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഫിഷ് ടെയിൽ കൊണ്ടുള്ള ഒരു ആർട്ട്. ഇത് നമ്മുടെ ഫ്ലവർ പാൽ കവർ കൊണ്ടുള്ള ഫ്ലവറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഫ്ലവർ ഐറ്റംസ് ഒക്കെ കാണിക്കാം. 1000-ൽ പരം ഐറ്റം ഉണ്ട്. ഞാൻ എൻ്റെ ഗാലറിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഏതാനും കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ കേക്ക് വാങ്ങിയിട്ട് അറിയാമല്ലോ എല്ലാവർക്കും. കപ്പ് കേക്കിൻ്റെ കവർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇതൊരു വേണ്ടോ, ഇതൊക്കെ പഴയ ഇത് കളയാനെടുത്ത ഒരു സംഭവമാണ്. അതുകൊണ്ടിട്ട് ഇതൊക്കെ പഴയ പേപ്പറുകൾ, ഈ പ്ലാസ്റ്റിക് കവറ് അതൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. അത് കഴിഞ്ഞിട്ട് ഇതും ഇതുപോലെ നമ്മുടെ ഡെക്കറേഷൻ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ കുട്ടികളൊക്കെ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കളയുന്ന പേപ്പറല്ലേ, അത് കളയാതെ നമുക്കിങ്ങനെ നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാക്കി നമുക്കിത് വീട് അലങ്കരിച്ച് വയ്ക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബർത്ത്ഡേക്കൊക്കെ പിള്ളേർക്ക് അറിയാതിരിക്കും. നമ്മുടെ ബർത്ത്ഡേ കളർഫുള്ളായിട്ടാക്കാനുള്ള പല സംഭവങ്ങളും വാങ്ങിച്ചിട്ട് അതൊക്കെ കളയാൻ എടുത്ത ഒരു കുഴൽ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ആർട്ട് പീസാണ് ഇത്. പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ട് ഞാൻ വേഗം കാണിക്കാം. ഇത് എന്തെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാം, ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടോ, ഇത് നമ്മുടെ ഞണ്ടില്ലേ, ഞണ്ടിൻ്റെ ക്രാബിൻ്റെ തോട്. ഇതൊക്കെ പല ഡിസൈനിലും എടുക്കാം, പല കളറിലും എടുക്കാം. അതാണത് ഞണ്ടിൻ്റെ തോട് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിന് വിട എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിൽ ചിലപ്പോഴൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കിട്ടില്ലേ, ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് പഴയ ഒരു വളയിൽ ഞാൻ കളർ ചെയ്തെടുത്താണ്. ഇതും വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇത് അതുപോലെ തന്നെ ഇത് ഞാൻ കുട്ടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് പല കളറിലായിട്ട് ഗ്രീനും പച്ച, ഇതെല്ലാം എൻ്റെ ഹാൻഡ് മെയ്ഡാണ്. ഞാൻ പഠിച്ചതൊന്നുമല്ല, സ്വന്തമായിട്ട്